അല്ല പ്രീതി, നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കടച്ചക്കയും മുറിച്ചിട്ടുണ്ടായിരുന്നു, പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പരിപാടി ഇന്ന്? ചിക്കൻ കടച്ചക്ക പുളി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോണേ. ചിക്കനും കടച്ചക്ക വെച്ചിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഏതോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് നീ പറഞ്ഞു, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ട് ഇത് കൂടെ ഇത് വറുത്തെടുക്കണം. എന്നിട്ട് ഇത് മസാല പറ്റണം. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഇത് വറുത്തെടുത്തിട്ട് വരാം. ഓക്കെ. ആദ്യം ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് ചിക്കൻ വറുത്തരച്ചാണ് കറി വയ്ക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ആഡ് ചെയ്യണം. ഒരു അര തേങ്ങയോളം മതി. ഒരു 3-4 സ്പൂൺ എടുത്താൽ മതിയാവും. 2 വെളുത്തുള്ളി ഇട്ടു. 4 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത് ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കറുകപ്പെട്ട അല്ലേ? കറുകപ്പെട്ട. അമ്മ ഇതൊന്ന് വറുത്തരണം. കറിവേപ്പില ഇട്ടു അല്ലേ? ഒരു തണ്ട്. അപ്പം എടുത്തിട്ട് അതൊന്ന് വറുത്ത് ഒരു പാൻ എടുത്തിട്ട് ഇഷ്ടമുണ്ട്. ഇത് വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇത് മാഷ് ചെയ്യാനായിട്ട് നമുക്കിത് കുക്കറിലാണ് ഇത് കറി വേവിക്കുന്നത്. വറുത്തെടുക്കൊന്നുമല്ല, കുക്കറിലാണ് ഇറച്ചി വേവിക്കുന്നത്. ചിക്കൻ വേവിക്കുന്നത് കുക്കറിലാണ്. അപ്പം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. പാൻ ചൂടായല്ലോ അല്ലേ? ചൂടായി. അപ്പം നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു സ്പൂണോളം മുളക് പൊടി ആണ് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ടുള്ളത്. തുല്യ അളവാണോ മല്ലിപ്പൊടിയും മുളകും? അല്ലായിരുന്നില്ല. ഒരു സ്പൂണോളം 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ആയില്ലേ? അത് നമ്മളിതിലേക്ക് ഒരു പച്ചമണം മാറിയാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വലിയ 1 മിനിറ്റോളം അതൊന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഇവിടെ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരുവിധം പകുതി ഇതാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് പെരുംജീരകം, 1 ടേബിൾ സ്പൂണോളം പെരുംജീരകം അത് ആഡ് ചെയ്ത് പതുക്കെ ഒന്ന് ചൂടാക്കാതെ. ഒരുപാട് വറവ് ഇതാവണ്ട. മല്ലിപ്പൊടി ഓഫ് ചെയ്തു അല്ലേ? മല്ലിപ്പൊടി ഓഫ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരുപാട് പുളിയുറുപ്പ് കളറിലേക്ക് പോകുന്നില്ല. ഇത് ഓഫ് ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ പാകം. ചൊക്കൊക്കെ വറുക്കണ്ട, ഒരു മീഡിയം ഇതിൽ വറുത്തെടുക്കാം. കണ്ടോ? ഒരു 3-4 മിനിറ്റ് നല്ല ചൂടായ പാനിട്ടൊന്ന് ഇതാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് മാഷ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഈ ചിക്കനെ നമ്മൾ കഴുകി വാല വെച്ചിട്ട് എടുത്ത് വെച്ച ചിക്കനായിരുന്നു. ഞാൻ ഇതൊന്ന് മാഷ് ചെയ്യാണ്. മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വരെ വെക്കണത്. നമ്മൾ വറുത്ത് വെച്ച ജസ്റ്റ് ഹീറ്റ് ചെയ്ത മുളക് പൊടി, മല്ലിപ്പൊടി ഇതിലേക്കിട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 3-4 കഷ്ണം വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. എന്നിട്ടിത് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം.
ഒരു 10 മിനിറ്റോളം ഇത് മിക്സ് ചെയ്തിരിക്കണം. നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. മണം വന്നോ? മണമുണ്ട്. ഇപ്പോഴേ നല്ല മണം വന്നിട്ടുണ്ടാവും ഇല്ലേ? മസാല എല്ലാം ഒന്ന് ഇതിൽ പിടിച്ചു വരണം. മീഡിയം സൈസിലാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ചെറുതാക്കരുത്. നമ്മൾ കുക്കറിൽ വിസിൽ വെക്കേണ്ടതാണ്. ഓക്കെ, ഒരു പ്രത്യേക വെറൈറ്റിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉണ്ടാക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വറുത്ത് വെച്ച ഈ തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. നമ്മളെ ചിക്കൻ നമ്മളിപ്പോൾ 10-15 മിനിറ്റ് നമ്മൾ ഇത് മാഷ് ചെയ്ത് വെച്ചു. നമുക്കിത് കറി റെഡിയാക്കാം. ഓക്കെ, നമ്മുടെ കുക്കർ ചൂടായിട്ട് വരുന്നുള്ളൂ. ഇനി എന്നിട്ട് മമ്മി നമ്മൾ ചെയ്യാൻ പോണേ? നമ്മളിപ്പോൾ ഇത് കറിയാക്കാൻ പോവാടെ. അപ്പം അതിന് ഇത് ചൂടായി. നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ എന്തിട്ടാണ് വെക്കാറ്? പാനിലല്ലേ? അതെ. ആ, അപ്പോൾ ഇപ്പോൾ ചീനിച്ചട്ടിയിലൊക്കെയല്ലേ നമ്മൾ വെക്കാറ്? ഈ കറി വേറൊരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരത്തെ എടുത്തു. നമ്മളിപ്പോൾ ചെയ്ത് സബോള വഴറ്റണം. നമുക്ക് കുക്കറിൽ വിസിലടിക്കണം. അതിന് സബോള ഇട്ടു. അതൊന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആവാനായിട്ട് നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. നമുക്കിതൊന്ന് സോഫ്റ്റ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് ഇളക്കാം. ഈ പച്ചമണം മാറുന്ന വരെ അത് വഴറ്റാൻ പാടുള്ളൂ. ഒരു സെക്കൻഡ്സ് മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് ഒരു തക്കാളി, വലിയ സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്തു. 2 പച്ചമുളക് കൊണ്ട് ഈ കറിവേപ്പിൽ ആഡ് ചെയ്യുന്നു. മസാലകളൊക്കെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല. ഡയറക്റ്റ് ചിക്കൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ചാമം ഇതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം നമുക്കൊന്ന് ചൂടായി നന്നായി ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കനാണ്. നല്ല മണമില്ല? പിന്നെ നല്ല മണമുണ്ട്. ഇതിന് നന്നായി മസാലയ്ക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് 1/2 ഗ്ലാസ്സോളം വെള്ളം, സാധാ വെള്ളം, ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാ 1/2 ഗ്ലാസ്സോളം വെള്ളം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കണം. കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ നമ്മളിതിന് കുക്കർ അടയ്ക്കുന്നു. ഒരു 4 വിസിൽ. 1 2 3 4 2 3. നമ്മൾ കുക്കർ തുറന്നു. ഇനി നമ്മളിതിലേക്ക് അല്പം വെള്ളമൊക്കെ ഉണ്ട്. അത്യാവശ്യം ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടച്ചക്ക ആഡ് ചെയ്യണം. ഒരു 3-4 വിസിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് വെന്തു. ഇനി ഒരൊറ്റ വിസില ഇതിന് വേവാൻ വേണ്ടി വേണം. ഗ്രേവി ആയിരിക്കുമോ? കുഴമ്പനായിട്ടേക്ക് അരച്ചില്ല നമുക്ക്. അപ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ല. അപ്പോൾ നമ്മളിത് പതുക്കെ ഒന്ന് ഇവിടെ അരച്ച് വെച്ചതേ, തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർക്കണം. നമ്മൾ വെള്ളം ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഇളക്കി കൂട്ടട്ടെ. നേരത്തെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു വിസിൽ വെച്ച് അപ്പം തന്നെ ഇത് തുറന്നെടുക്കാം. അടയ്ക്കാണ്.
കാച്ചി ഒഴിക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു, തീയൊന്ന് കൊടുക്കാം. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളി അരി കാച്ചണം. ഇതിനൊപ്പം നമ്മളിടുന്നതാണ് പെരിഞ്ചീരകമാണ് ഇടുന്നത്. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു സ്പൂണോളം പെരിഞ്ചീരകം ആഡ് ചെയ്യുന്നു. ഇത് കറിവേപ്പില, നമ്മളിതിലേക്ക് ഒഴിക്കണം. നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കടച്ചക്ക. ചിക്കനും കടച്ചക്കയും ചപ്പാത്തിയും ഇന്നത്തെ പ്രത്യേക വിഭവമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ഡിഷാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും ചെയ്യണേ. നല്ല രസമൊന്നും ഞാൻ ഇതുപോലത്തെ സാധനം കഴിച്ചിട്ടില്ല. ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നപ്പോൾ എങ്ങനെയാണാവോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് കണ്ടില്ല. അപ്പോഴത്തേക്കും എങ്ങനെയുണ്ട്? അടിപൊളി. ചിക്കനേ ഇതും ഉരുളക്കിഴങ്ങും കൂടി വെച്ച സ്പെഷ്യലായിട്ട് ക്യാമറമാൻ ഇത്തിരി കൊടുക്കട്ടെ. അപ്പൂസേ ഇങ്ങോട്ട് വന്നേടാ. എങ്ങനെയുണ്ട് നോക്കിയേ. സൂപ്പറാണോ? അപ്പനും കൂടി കൊടുക്കട്ടെ ഞാൻ. അതൊക്കെ പറ. ചിക്കനും കടച്ചക്കയും കൂടി വെച്ചതാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഡിഷാണിത്. ഇതാർക്കും എന്താ പറയുക, ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പ്രത്യേകം ഞാൻ പറയുന്നത് ബെൽ ബട്ടൺ ഞെക്കൊക്കെ പൊട്ടിച്ചത്.